ഡെയിലി ബസ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗജകേസരി യോഗം മാർച്ച് 26 മുതൽ 3 രാശിക്കാർക്കാണ്. ഈ 3 രാശിക്കാർ ആരൊക്കെയാണെന്ന് അറിയണ്ടേ? ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണാൻ ശ്രമിക്കൂ. അതുപോലെ ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ജ്യോതിഷപ്രകാരം പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഓരോ സമയവും സംഭവിക്കുന്നുണ്ട്. അതിൽ തന്നെ അതീവ പ്രാധാന്യമുള്ള ഒരു യോഗമാണ് ഗജകേസരി യോഗം. ഇത് ചില രാശിക്കാരിൽ ഗുണാനുഭവങ്ങൾ കൊണ്ടുവരുന്നു. മാർച്ച് 28-നാണ് ശക്തമായ ഗജകേസരി യോഗം രൂപപ്പെടുന്നത്. വ്യാഴം മിഥുനൻ രാശിയിൽ തന്നെ തുടരുകയും ചന്ദ്രൻ മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങളാണ് ഗജകേസരി യോഗത്തിലേക്ക് എത്തുന്നത്. ഏകദേശം 54 മണിക്കൂറോളമാണ് ഗജകേസരി യോഗം നിലനിൽക്കുന്നത്. ഈ ഗ്രഹമാറ്റം 12 രാശിക്കാർക്കും പല വിധത്തിലുള്ള മാറ്റങ്ങളിലേക്കാണ് എത്തിക്കുന്നത്. വ്യാഴനും ചന്ദ്രനും ചേർന്ന് സൃഷ്ടിക്കുന്ന ഗജകേസരി യോഗം പലതരത്തിലാണ് ഗുണാനുഭവങ്ങളെ കൊണ്ടുവരുന്നത്. വ്യാഴം നിലവിൽ മിഥുനൻ രാശിയിൽ കടന്നു പോകുന്നു. എന്നാൽ ഈ യോഗത്തിന്റെ സ്വാധീനം 3 രാശിക്കാർക്കാണ് ഗുണാനുഭവങ്ങൾ കൊണ്ടുവരുന്നത്. ഈ രാശിക്കാർ പല വിധത്തിലുള്ള നേട്ടങ്ങൾ കൊണ്ടുവരുന്നു. നിങ്ങളുടെ ജാതകത്തിൽ ഗജകേസരി യോഗമുണ്ടെങ്കിൽ അത് സന്തോഷകരവും ആഡംബരപൂർവവുമായ മാറ്റങ്ങളിലേക്ക് എത്തിക്കും. സാമ്പത്തിക സ്ഥിതിയും സമൂഹത്തിൽ പ്രശസ്തിയും നേടാൻ ഇത് സഹായിക്കും. ആദ്യത്തെ രാശി മിഥുന രാശി. മിഥുനം രാശിക്കാർക്ക് ഗജകേസരി യോഗം പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. ലഗ്നഭാവത്തിലാണ് ഇത് രൂപപ്പെടുന്നത്. അതുമാത്രമല്ല, നിങ്ങളുടെ വ്യക്തിത്വത്തിൽ മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും അതുവഴി ജീവിതത്തിൽ മാറ്റം വരുത്തുന്നതിനും സാധിക്കും. ജീവിതത്തിൽ വിവിധ മേഖലകളിൽ ഉയർച്ചയും സാമ്പത്തിക സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിനും സാധിക്കും. ആത്മവിശ്വാസത്തോടെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നതിന് സാധിക്കും. പൂർവിക സ്വത്ത് കൈകാര്യം ചെയ്യുന്നതിനും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്നതിനും യോഗം കാണുന്നു. സന്തോഷകരമായ പല കാര്യങ്ങളും ഈ സമയം നിങ്ങൾക്കൊപ്പം നിലനിൽക്കുന്നു. മറ്റുള്ളവരെ സഹായിക്കുന്നതിനും അവരെ പ്രചോദിപ്പിക്കുന്നതിനും നിങ്ങൾക്ക് യോഗം കാണുന്നു. കാഴ്ചപ്പാടുകൾ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടുവരുന്നതിന് ഈ രാജയോഗം കാരണമാകുന്നു. അടുത്ത രാശി ചിങ്ങം രാശി. ചിങ്ങം രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെയും ചന്ദ്രൻ്റെയും സംയോഗം കൊണ്ടുവരുന്ന ഗജകേസരി യോഗം നിരവധി സന്തോഷം കൊണ്ടുവരുന്നു. ജാതകത്തിൽ 6-ാം ഭാവത്തിലാണ് ഈ രാജയോഗം മാറ്റങ്ങളിലേക്ക് എത്തിക്കുന്നത്. തൊഴിൽ സംബന്ധമായ മാറ്റങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന സമയമാണ് എന്നതിൽ സംശയം വേണ്ട. ശത്രുക്കളുടെ ശക്തി ക്ഷയിക്കുന്നു. അവർ നിങ്ങൾക്ക് മിത്രമായി വരുന്നു. പുതിയ തൊഴിലവസരങ്ങൾ പലതും നിങ്ങളെ തേടിയെത്തും. ഗുണാനുഭവങ്ങളിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങളെ എത്തിക്കും. തൊഴിൽ ചെയ്യുന്നവർക്ക് നിരവധി അവസരങ്ങൾ തേടിയെത്തും. ഭക്ഷണത്തിലും ദിനചര്യ ആവശ്യമാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഗുണകരമായ മാറ്റങ്ങൾക്ക് കൂടിയാണ് തുടക്കമിടുന്നത്. സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് യോഗം കാണുന്നു. വരുമാനം പല കോണിൽ നിന്നും തേടിയെത്തും. കന്നിരാശി. കന്നിരാശിക്കാർക്ക് വ്യാഴത്തിന്റെ മാറ്റം ഗജകേസരി യോഗ ഫലമായി വളരെയധികം നേട്ടങ്ങളിലേക്ക് എത്തിക്കും. അതുകൂടാതെ വ്യാഴന്റെയും ചന്ദ്രന്റെയും സംയോഗ ഫലമായി നിങ്ങളുടെ ജീവിതം നേട്ടങ്ങളിലേക്ക് എത്തിക്കും. പ്രണയിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. കുട്ടികൾ, പ്രണയം, ദാമ്പത്യം എന്നിങ്ങനെ എല്ലാവിധത്തിലും ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാവും. സാമ്പത്തിക സ്ഥിതിയിൽ വേഗത്തിൽ പുരോഗതി തേടിയെത്തും. ദീർഘകാലമായി ഉണ്ടായിരുന്ന അനാവശ്യ ചിലവുകളെല്ലാം ഇല്ലാതാവുകയും ധനം തേടിയെത്തുന്നതിനും യോഗം കാണുന്നു. വരുമാന സ്രോതസ്സുകൾ ഇരട്ടിയാവുന്നു. സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് സാധിക്കും. യാത്രകൾക്ക് അവസരങ്ങൾ തേടിയെത്തും. വ്യക്തിപരമായി നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച സമയത്തിലൂടെയാണ് കടന്നുപോകുന്നത്. സമൂഹത്തിൽ ബഹുമാനം വർദ്ധിക്കുകയും ബിസിനസ് ചെയ്യുന്നവർക്ക് അത് ഗുണാനുഭവങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.